ഇതിഹാസങ്ങൾ രചിച്ചത് മനുഷ്യനാണെങ്കിൽ മലയാളത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഇതിഹാസ തുല്യനായ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാൾക്ക് വിളിപ്പേര കുഞ്ഞു കുഞ്ഞ് എന്നാണ്. അതെ, മലയാളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി എന്ന പേരിൽ ഒരാളേ ഉള്ളൂ, ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടി മാത്രവും. ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ 2023 3 ദിവസങ്ങൾ മാത്രം മതിയാകും. 2023 ജൂലൈ മാസം 18 ഉമ്മൻചാണ്ടി മരണപ്പെട്ട വാർത്ത പുറം ലോകം അറിയുന്നു. വിതുമ്പലോടെ, പൊട്ടിക്കരച്ചിലുകളോടെ മലയാളികൾ ആ വാർത്ത മനസ്സില്ലാ മനസ്സോടെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. തെരുവുകളിലേക്ക് ഇറങ്ങി വരുന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കുടുംബ വീടായ കരോട്ട് വള്ളക്കാലിൽ വീട്ടിലേക്കും തിരുവനന്തപുരത്ത് പുതുപ്പള്ളി ഹൗസിലേക്കും ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. എന്നാൽ വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് പുതുപ്പള്ളിയിലേക്ക് എത്തുന്നതുവരെ പാതയോരങ്ങളിൽ 3 ദിനരാത്രങ്ങൾ കാത്തുനിന്നത് ലക്ഷങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങൾ മാത്രം മതി ഉമ്മൻചാണ്ടി ആരായിരുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ. കാത്തുനിന്നവരിൽ കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കരുണയുടെ, സ്നേഹത്തിന്റെ, അധികാരത്തിന്റെ ഒരംശം പറ്റാത്തവരായി ഒരു മലയാളിയും ഈ നാട്ടിലുണ്ടാകില്ല. പാർട്ടി പ്രവർത്തകർ ഉറക്കെ കണ്ടം പൊട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് നടുവിൽ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, ചെറുപ്പക്കാരുടെ, കുട്ടികളുടെ പൊട്ടിക്കരച്ചിലുകൾ ഒട്ടും താഴാതെ ഉയർന്നു കേട്ടു. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, കേരളം ഏറ്റുവിളിച്ചു. എതിരാളികളുടെ വിഷം വമിപ്പിക്കുന്ന നാറിയ രാഷ്ട്രീയ കളികളുടെ ഇരയായപ്പോഴും, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തനിക്കു നേരെ വന്ന കരിങ്കല്ലുകൊണ്ട് മുഖം പൊട്ടി ചോര ഒലിച്ചപ്പോഴും ആ മുഖത്തുണ്ടായിരുന്ന ശാന്തതയും ചെറുപുഞ്ചിരിയും നിശ്ചലനായി കിടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖത്തുമുണ്ടായിരുന്നു. തെരുവുകൾ ജനസാഗരമായി. കുഞ്ഞുങ്ങളുമായി വിലാപയാത്രയ്ക്ക് പിന്നാലെ ഓടിയ മനുഷ്യർ. ആ ഇതിഹാസം ഓർമ്മയായി. അവസാനമായിട്ട് കണ്ട് ആദരവ് അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഗർഭിണിയാണ്, നാളെ ഡേറ്റ് ആണ്. ശരി, എന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നേ. മോനെ സ്കൂളിൽ നിന്ന് വരെ വിളിച്ചിട്ട് വന്നതാണ്. പുതുപ്പള്ളിപ്പള്ളിയിൽ ഒരു വിശുദ്ധന്റെ ആദരവോടെ മണ്ണിലേക്ക് ആ ശരീരം മാത്രം അലിഞ്ഞു ചേർന്നു. അതെ, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല. ഇന്നും ഇടത് രാഷ്ട്രീയ പ്രമുഖർ ആ ഓർമ്മകളെ, ആ പേരിനെ ഭയപ്പെടുന്നുവെങ്കിൽ അധികാരവർഗത്തിന്റെ കരാളഹസ്തങ്ങൾ പാവപ്പെട്ടവനു നേരെ നീങ്ങുമ്പോൾ ജനം ആ വിശുദ്ധന്റെ മുഖം ഓർക്കും. അങ്ങനെയും ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നുവെന്ന നീതിമാന്റെ ഭരണകാലം, നീതിമാനില്ലാത്ത ഒരു വശം. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഇല്ല, മരിച്ചിട്ടില്ല. മരിക്കാനോ മറക്കാനോ കഴിയില്ല ആ മനുഷ്യന്. കാരണം ആ മനുഷ്യന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്.